ശ്രീ മുഹമ്മദ് ഷിയാസ്. സർ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളിയാണ് ലഹരിയുടെ ഉപയോഗം. പ്രത്യേകിച്ചും കൊച്ചി പോലെയുള്ള ഒരു പ്രദേശത്ത് ലഹരിയുടെ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. സർ, എൻ്റെ ചോദ്യം, നമ്മുടെ വൻകിട ഹോട്ടലുകൾ, പ്രത്യേകിച്ച് 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ വലിയ DJ പാർട്ടികൾ നടക്കുന്നുണ്ട്. ആ പാർട്ടികളിലും അതുപോലെ തന്നെ ചില യുവ സിനിമ പ്രവർത്തകർ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സിനിമാ സെറ്റുകളിലുമൊക്കെ ഈ ലഹരിയുടെ വ്യാപനം ഉണ്ട് എന്നുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഈ പരാതികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ്. എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ഒരു സിനിമാ നടനെ അന്വേഷിച്ച് തന്ന പോലീസ് നമ്മൾ ഈ 100 മീറ്റർ ഓട്ടത്തിൽ ഒക്കെ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ചരിത്രങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തെ അന്വേഷിച്ച് പോലീസ് ചെന്നപ്പോൾ ആ സിനിമാ നടൻ ആ ഹോട്ടലിൽ നിന്ന് എടുത്തു ചാടി ഓടിയിട്ട് പിന്നെ നിർത്തിയത് കോയമ്പത്തൂരാണ്. അപ്പോൾ അത്രയധികം ഉത്തേജനം ലഭിക്കുന്ന മരുന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിയമത്തിലെ അപാകതകൾ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുമ്പത്തെ മറുപടിയിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുറ്റവാളികളെ കർശനമായ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ അതുകൂടി അടിയന്തരമായി ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, മുഹമ്മദ് ഷിയാസിൻ്റെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വാർണിംഗ് എല്ലാവർക്കും കൊടുത്തിരുന്നു. കേരള പോലീസ് സജീവമായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളോ മയക്കുമരുന്നുകളോ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളുകൾ അത് ഉപേക്ഷിക്കണം, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന്. സാർ, അത് കാരവാനാണെങ്കിലും DJ പാർട്ടി ആണെങ്കിലും 5 സ്റ്റാർ ആണെങ്കിലും അത് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഞാൻ അറിയിക്കാനാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് സിനിമാ നടനാണോ സാധാരണക്കാരനാണോ എന്നുള്ളതല്ല പ്രശ്നം. നിയമം ലംഘിക്കുന്ന ആരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള പരിഗണന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഷിയാസ് ചോദിച്ച ചോദ്യം, ആ ഹോട്ടലിൽ എനിക്കറിയാം, ആരാണെന്നും എനിക്കറിയാം, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പം നമുക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും, സർ, തുഫാൻ വാരിയറുടെ ആദ്യത്തെ തുഫാൻ വാരിയർ ആയത് പ്രശസ്ത സിനിമാ നടൻ ശ്രീ മോഹൻലാലാണ്. ഇപ്പം ധാരാളം പ്രമുഖരായ ആളുകൾ, എല്ലാവരുടെയും പേര് പെടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളെല്ലാ മേഖലയിലുള്ള നമ്മളെല്ലാവരും, പ്രതിപക്ഷവും ഭരണകക്ഷിയും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ ഭാവി തലമുറയെ രക്ഷിക്കാൻ നമുക്ക് കഴിയൂ എന്നുള്ള ഒരു ചിന്തയോടെ നമുക്ക് പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.